കരുതും നീനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടങ്ങിടുവാൻ മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നീനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുവാൻ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സജീ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജീ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 82-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുക്കുവിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുക്കുവിൻ. നമ്മുടെ ദൈവം ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്. എളിയവനും അനാഥനും ന്യായം പാലിച്ച് കൊടുപ്പി, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പി. പൊതുവിലെന്നും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരെ എപ്പോഴും അവഗണിക്കുന്ന ഒരു സമൂഹമാണ് പൊതുവിൽ എല്ലായിടത്തുമുള്ളത്. പ്രത്യേകിച്ച് ഈ ഭരണസംബന്ധികൾ, ഭരണകർത്താക്കന്മാരൊക്കെ ഈ വോട്ടിനൊക്കെ വേണ്ടി മാത്രമേ സാധാരണക്കാരെ ആശ്രയിക്കത്തുള്ളൂ. എന്നാൽ വലിയ കാര്യങ്ങൾ വരുമ്പോഴൊന്നും അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഈ എളിയവരും അനാഥരും പീഡിതരും അഗതികളുമൊക്കെ അവരുടെ ജീവിതമെല്ലാം അങ്ങനെ തന്നെയാണ് തുടരുന്നത്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ന്യായം നടത്തുന്ന, നീതി നടത്തുന്ന ഒരു ന്യായാധിപതിയുണ്ട്. ദേ ഇവിടുത്തെ വാക്ക് കേട്ടോ, എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പി. യഥാർത്ഥ ന്യായാധിപൻ, മറ്റൊരു വാക്കിൽ പറഞ്ഞ ധന്യനായ ന്യായാധിപൻ, രാജാക്കന്മാരെ ഭരിക്കുന്ന രാജാവായവൻ എവിടെ നിന്നാ പറയുന്നറിയാമോ? ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, ദേവന്മാരുടെ നടുവിൽ ന്യായം വിധിക്കും. ഇതിന് പല അർത്ഥങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഞാനിന്ന് പറയുന്നത് ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരുടെ, ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരോട് ദൈവം സംസാരിക്കുകയാണ്. സാധാരണക്കാരെ നശിപ്പിക്കരുത്, അവരെ തകർക്കരുത്. സ്തോത്രം. ഈ സാധാരണക്കാരെ ഉയർച്ചകൾക്ക് വേണ്ടിയൊക്കെ നിയമങ്ങളൊക്കെ വരുന്നത് ഉന്നതനായ ദൈവം ഭരണകർത്താക്കളോട് സംസാരിക്കുന്നതുകൊണ്ട്. സ്തോത്രം. അവരുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനത്തെ ആലോചനകൾ ദൈവം കൊടുക്കുന്നത് കൊണ്ട്. എളിയവരെ ഓർക്കണം, അവരെ നശിപ്പിക്കരുതെന്ന് ന്യായാധിപ സംഘത്തിൽ നിന്നുകൊണ്ട് ദൈവം ഗർജിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവാം. വാദിക്കാൻ ആരുമില്ലായിരിക്കാം, പക്ഷം പിടിക്കാൻ ആരുമില്ലായിരിക്കാം, ഉന്നതന്മാരാരും നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയുള്ള വിധി ദൈവം കൽപ്പിക്കും. ഈ ദിവസങ്ങളിൽ ചില അത്ഭുതകരമായ വിധികൾ ഉണ്ടാകാൻ പോയ ഉറപ്പാണ്. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു വചനം ഇവിടെ ഇറങ്ങി വരത്തില്ല. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ. നീതി കിട്ടാത്ത ചില വിഷയത്തിന്, ന്യായം കിട്ടാത്ത ചില വിഷയത്തിന്
ഈ ദിനങ്ങളിൽ ന്യായമുണ്ടാകാൻ പോയ നിങ്ങളുടെ അവകാശങ്ങൾ അപഹരിക്കപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ ശത്രുക്കൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഒത്തിരി ബലമേറിയവരായിരിക്കാം. പല നിയമക്കുരുക്കുകൾ വെച്ച് നിങ്ങളുടെ പല നീതികളും അന്യായമാക്കി കാണാം. നിങ്ങൾക്ക് ലഭിക്കേണ്ട പല നന്മകളും ചൂഷണം ചെയ്ത് കാണാം. ചതിയിലൂടെ, വഞ്ചനയിലൂടെ, ആൾ സ്വാധീനത്തിലൂടെ, അധികാരത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട പല ഉയർച്ചകളും അപഹരിക്കപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ദേവന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നൊരു ദൈവം, ആമേൻ. ഇതൊരു വലിയ ദൈവത്തിന്റെ ശബ്ദമാണ്. ഈ ദിവസങ്ങളിൽ ഒരത്ഭുതം നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്ന് കർത്താവ് പ്രവചിക്കുന്നു. ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങൾ പോലും അതിശയിക്കുന്ന നിലയിൽ ചില അത്ഭുതകരമായ വിധി നിങ്ങൾക്ക് വരാൻ പോകുന്നു. യെസ്, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേട് വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യുമെന്ന് ചിലരെ നോക്കി ദൈവം പറയുന്നു. യെസ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ന്യായാധിപനായി എഴുന്നേൽക്കുന്നു എന്ന് കർത്താവ് എന്ന് പറയുന്നു. യെസ്, വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾ ഈ ദിവസങ്ങൾ പരിഹാരമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. യെസ്, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ധൈര്യമായിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ദൈവമുണ്ട്. ഇന്നും രാവിലെ നിങ്ങൾ എഴുന്നേറ്റപ്പോൾ ഈ ഭാരത്തോടെയാണല്ലോ എഴുന്നേറ്റത്. ആരുണ്ടെന്ന്? കർത്താവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ദൈവം അയച്ചിട്ട് ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങളോട് ചിലർക്ക് ഫേവർ തോന്നും. നിങ്ങളുടെ പക്ഷത്തേക്ക് അധികാരികൾ തിരിയും. യെസ്, നമുക്ക് ഈ പ്രൊഫറ്റിക്കൽ ദൂത് ഈ ജനത്തിന്റെ മേൽ നൽകി പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് നൽകിയ ഈ പ്രാവചനിക ദൈവശബ്ദത്തിന് സ്തോത്രം ചെയ്യും. കർത്താവെ, അങ്ങ് നീതിയോടെ ന്യായപാലനം ചെയ്യുന്ന യഹോവയായിരിക്കും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. പിതാവെ, അങ്ങ് എളിയവനെ ഓർക്കുന്ന ദൈവം. കർത്താവ് അശരണരെയും വിധവമാരെയും അനാഥരെയും കർത്താവെ പീഡിതരെ അഗതികളെയെല്ലാം യേശുവെ അങ്ങ് ഓർക്കുകയും അവർക്ക് ന്യായപാലനം നടത്തുകയും ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആരുമില്ലെന്ന് ഓർക്കുന്നവർക്ക് കർത്താവെ അങ്ങ് സകലതുമായി കൂടെയുള്ളതിന് നന്ദി പറയുന്നു പിതാവെ. ഹല്ലേലൂയ കർത്താവെ, അങ്ങ് കൂടെ ഇരുന്ന് ന്യായപാലനം ചെയ്ത് നേരോടെ കർത്താവെ നീതിയോടെയുള്ള വഴികളിലേക്ക് അവരെ തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവെ. ചില കർത്താവെ ഫേവറബിൾ ആയിട്ടുള്ള കർത്താവ് ചില ന്യായവിധികൾ കർത്താവ് അവർക്ക് വേണ്ടി അങ്ങ് നൽകുന്നതിന് സ്തോത്രം ചെയ്യുന്നു പിതാവെ. യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. യെസ്, ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തന്ന ദൂതനെ നിങ്ങൾക്ക് മുറുകെ പിടിക്കാം. ദയവായിട്ട് ഈ ദൈവ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഞങ്ങളെ അറിയിക്കണം. ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുന്നു. കർത്താവെ, ഈ മക്കളുടെ ലൈഫിൽ വലിയൊരു ദൈവ പദ്ധതി ദൈവം ചെയ്തതിനായി സ്തോത്രം. വർഷങ്ങളായി കിടക്കുന്ന ചില കുരുക്കുകൾ കർത്താവ് അഴിച്ച് അവരെ വിടുവിച്ചതിനായി സ്തോത്രം. ദേവസഭയിൽ നിന്നുകൊണ്ട് ന്യായാധിപന്മാരെ ശാസിക്കുന്ന ദൈവം ഈ ദിനങ്ങളിൽ ചിലയിടത്ത് അത്ഭുതകരമായ തിരിവുകൾ വരുത്തണമേ. ഇവർക്ക് വേണ്ടി തന്നെ ചില നിയമങ്ങൾ തിരിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. സന്തോഷത്തോടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഗോഡ് ബ്ലസ് യു.